കാൽവരിയുടെ വിരുമാറിൽ ഞങ്ങൾക്കായി ജീവിതം പകുത്തു നൽകി ഉദ്ധാനത്തിൻ്റെ ആനന്ദത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കുവാനായി ഒരുക്കത്തോടെ ഞങ്ങൾ കാത്തിരിക്കുന്ന ഈ ദിനത്തിൻ്റെ എല്ലാവിധ നന്മകളാലും കൃപകളാലും നാഥ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്കായി ദൈവ സന്നിധിയിൽ മധ്യസ്ഥം അപേക്ഷിക്കണമേ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ദുഃഖ ശനിയാഴ്ച നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒത്തിരിയധികം നന്മ നിറഞ്ഞ ഓർമ്മകൾ നമ്മൾ താലോലിക്കുന്ന ഒരു ദിവസം. ആളൊഴിഞ്ഞ കുരിശും ഓടിയൊളിച്ച സ്ലീഹന്മാരും ഹൃദയഭാരത്താൽ സങ്കടത്താൽ വേദനിക്കുന്ന അനേകം സ്ത്രീകളും രക്ഷകന്റെ മേലെ വിജയമുദ്ര ചാർത്തിയെന്ന് അവകാശപ്പെടുന്ന പടയാളികളുമെല്ലാം പ്രിയമുള്ളവരെ ഇന്നേ ദിനത്തിൻ്റെ ഓർമ്മകളിൽ തെളിഞ്ഞു നിൽക്കുന്ന ദിനം. പ്രത്യാശയോടെ തമ്പുരാൻ്റെ ഉയർപ്പിന് വേണ്ടി കാത്തിരിക്കുന്ന ഈ ദിനത്തിൽ പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും ധ്യാനിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ കാത്തിരിപ്പിനെ നമ്മൾ ഓരോരുത്തരും ക്രമീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം വിദേശത്ത് നിന്ന് 2 ആഴ്ചത്തെ അവധിക്ക് ഈസ്റ്ററും അനുബന്ധ ദിവസങ്ങളിലുമായിട്ട് ബന്ധപ്പെട്ട് നാട്ടിലേക്ക് വരികയാണ്. നാട്ടിലേക്ക് വരുന്ന നേരത്ത്, അതിനായിട്ട് ഒരുങ്ങുന്ന നേരത്ത് എന്നെ ഒന്ന് വിളിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇടയ്ക്ക് വീട്ടിൽ അമ്മയ്ക്ക് സുഖമില്ല, അമ്മയ്ക്ക് അസുഖങ്ങളുണ്ട്, അച്ഛാ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ എന്നോട് പറയുകയാ, എടാ ക്ഷീണമായിരുന്ന അമ്മ ഓടി നടന്ന് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക. പല കാര്യങ്ങളെന്ന് വെച്ചാൽ ആകെ 2 ആഴ്ചയുള്ളൂ ഈ മകനും കുടുംബവും വരുമ്പോൾ വീട്ടിലായിരിക്കും. അപ്പോൾ ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ മകന് തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകുവാൻ വേണ്ട എല്ലാ സാധനങ്ങളും ക്രമീകരിക്കുന്ന തിരക്കിലാണ്. മുളക് വാങ്ങുന്നു, മല്ലി വാങ്ങുന്നു, അത് കഴുകി ഉണക്കി പൊടിക്കുന്നു, അച്ചാറുകൾ, വിവിധ തരങ്ങളിലുള്ള അച്ചാറുകൾ ഇടുന്നു. നോക്കി, വരുന്ന മകനു വേണ്ടി കാത്തിരിക്കുമ്പോൾ പല കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അമ്മ. അപ്പം പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വിവിധ രീതികളിലുള്ള കാത്തിരിപ്പുകളുണ്ട്. പ്രിയമുള്ളവരെ, ക്രൈസ്തവരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു കാത്തിരിപ്പിൻ്റെ ദിനമാണ്. ഈ കാത്തിരിപ്പ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി ജീവനും ജീവിതവും കാൽവരിയിൽ ഹോമിച്ച തമ്പുരാൻ, ഇതാ കല്ലറയെങ്കിൽ അടക്കം ചെയ്യപ്പെട്ട തമ്പുരാൻ ഉയർത്തെഴുന്നേൽക്കും, ഉദ്ധിതനാകുമെന്നുള്ള ഒരു കാത്തിരിപ്പാണ്. പ്രിയമുള്ളവരെ, ദുഃഖവെള്ളി നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് രക്ഷ പകർന്നു നൽകിയ അനുഭവമാണെങ്കിൽ ആ രക്ഷ സ്വന്തമാക്കുന്ന ഉദ്ധാനത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും ഒരുക്കുന്ന ദിനമാണ് ദുഃഖശനി എന്ന് പറയുന്നത്. ഈ വലിയ ശനിയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ജ്ഞാനസ്നാന വ്രതങ്ങളെ നവീകരിച്ചു, പുതിയ വെള്ളം, പുതിയ തിരി, ഒരു പുതിയ തുടക്കമാണ്. പഴയതെല്ലാം കടന്നുപോയി ഒരു പുതിയതിൻ്റെ ആരംഭം കുറിക്കുന്ന ദിനമാണ്. വെളിപാടിൻ്റെ പുസ്തകത്തിൻ്റെ 21-ാം അധ്യായം, വെളിപാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 4-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്, അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്നും കണ്ണുനീർ തുടച്ചു മാറ്റും, ഇനിമേൽ മരണമുണ്ടാവുകയില്ല, ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല, പഴയതെല്ലാം കടന്നുപോയി ഒരു പുതുജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ എപ്രകാരം നമ്മൾ നവീകരിക്കണം, നമ്മുടെ ജീവിതത്തെ എപ്രകാരം നമ്മൾ വിശുദ്ധീകരിക്കണം എന്നതിനെക്കുറിച്ച് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന, ഇന്നിൻ്റെ ശുശ്രൂഷകൾ നമ്മളെ ഓർമ്മപ്പെടുത്തിയ ഒരു സുദിനമാണ്. കുഞ്ഞുനാളിൽ ദുഃഖവെള്ളിയാഴ്ചത്തെ ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞ്, കുരിശിൻ്റെ വഴി ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞ് ദുഃഖശനിയാഴ്ചയ്ക്ക് വേണ്ടി ഒരു കാത്തിരിപ്പാണ്. കാരണം അന്ന് പുതിയ വെള്ളം, വെഞ്ചിരിച്ച വെള്ളം, പുത്തൻ വെളിച്ചം, ഇതൊക്കെ വാങ്ങുവാനായിട്ട് പ്രഭാതത്തിൽ ഇങ്ങനെ പള്ളിയിലേക്ക് പോകും. വലിയ കുപ്പിയൊക്കെ എടുത്തുകൊണ്ടാണ് പോണത്. പുതിയ വെള്ളമൊക്കെ മേടിച്ചുകൊണ്ട് പോകണം വീട്ടിലേക്ക്. ജ്ഞാനസ്നാന വ്രതങ്ങളെയൊക്കെ നവീകരിച്ച് ഈ പുതിയ വെള്ളമൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോയി വീടൊക്കെ വെഞ്ചിരിക്കുന്ന, ഇതൊരു പുതിയ തുടക്കം കുറിക്കുക, ഉദ്ധാനത്തിൻ്റെ ആനന്ദത്തിലേക്ക്
മിശിഹായോടൊപ്പമുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മളെ ചേർത്ത് വയ്ക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങുന്ന ദിനമാണ് പ്രിയമുള്ളവരെ ഈ ദുഃഖ ശനി എന്ന് പറയുന്നു. വ്യക്തി ജീവിതത്തെയും കുടുംബ ജീവിതത്തെയും നമ്മുടെയൊക്കെ ബന്ധങ്ങളെ വിശുദ്ധീകരിക്കുന്ന, നവീകരിക്കുന്ന ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരുക്കത്തിൻ്റെ ദിനമാണ് ദുഃഖശനി എന്ന് പറയുന്നത്. നമ്മൾ ഭൗതികമായിട്ട് നോക്കുമ്പോൾ ഒരുപക്ഷെ ഈ പ്രസംഗം, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന, ഓൺലൈനിലൊക്കെ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പലരും നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള പല സാധനങ്ങളും ഒരുക്കുന്നതിൻ്റെ തിരക്കിലായിരിക്കും. അത്യാവശ്യ സാധനങ്ങളൊക്കെ കടയിൽ പോയി മേടിച്ചിട്ടുണ്ട്. 50 ദിവസത്തെ നോമ്പ് മുറിക്കണം. അതുമായി ബന്ധപ്പെട്ടതെല്ലാം നമ്മൾ കടയിൽ പോയി വാങ്ങിയിട്ടുണ്ടാകും. ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പലരും ഒന്നെങ്കിൽ വീട്ടിൽ മേടിച്ച് വെച്ചിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ തിരിച്ചു പോകുമ്പോൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് പോകുമല്ലേ. ഉയർപ്പിൻ്റെ വിശുദ്ധ കുർബാന കഴിഞ്ഞ ഉടനെ നോമ്പ് മുറിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അതിനുവേണ്ടി ഭൗതികമായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണ്. അതോടൊപ്പം അത് ഭൗതികമായിട്ട് നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അതോടൊപ്പം ആത്മീയമായിട്ട് ഉദ്ധിതനോടൊപ്പമുള്ള ഒരു പുതുജീവിതത്തിന് എങ്ങനെ നാം ഓരോരുത്തരും ഒരുങ്ങണമെന്നതിനെക്കുറിച്ച് ഇന്നിൻ്റെ ശുശ്രൂഷകളിലൂടെ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ജ്ഞാനസ്നാന വ്രതങ്ങളെ നവീകരിച്ച് നമ്മുടെ വിശ്വാസ സത്യങ്ങൾ ഏറ്റുപറഞ്ഞ ഒരു സുദിനം. ജ്ഞാനസ്നാന വേളയിൽ നമുക്കായി നമ്മുടെ ജ്ഞാനസ്നാന മാതാപിതാക്കൾ ഏറ്റുപറഞ്ഞ വിശ്വാസ സത്യങ്ങളെ ഈ നാളുകളിൽ, പ്രത്യേകിച്ച് വലിയ ആഴ്ചയിൽ നമ്മളെല്ലാവരും നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചു, കുമ്പസാരിച്ചു. അപ്പോൾ വിശുദ്ധീകരിക്കപ്പെട്ട ഹൃദയവുമായി ജ്ഞാനസ്നാന വ്രതങ്ങളെ നമ്മൾ നവീകരിച്ച്, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഈശോയുടെ പക്കലേക്ക് കടന്നു വരുന്ന നിക്കോദെമോസിനെ നമ്മൾ കാണുന്നുണ്ട്. രാത്രിയുടെ യാമത്തിൽ ഈശോയുടെ പക്കലേക്ക് കടന്നു വന്ന് നിത്യജീവനിൽ പ്രവേശിക്കുവാൻ, സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുവാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് രാത്രിയുടെ യാമത്തിൽ കടന്നു വരുന്ന നിക്കോദെമോസിനോട് ഈശോ പറയുന്നുണ്ട്, വീണ്ടും ജനിക്കണം. വീണ്ടും ജനിക്കണം എന്ന് പറഞ്ഞാൽ ആത്മാവിലുള്ള സ്നാനം ചെയ്യപ്പെട്ട്, പരിശുദ്ധാത്മാവിനാൽ സ്നാനം ചെയ്യപ്പെട്ട് ജീവിതത്തെ വിശുദ്ധീകരിക്കണം. മാമുദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, കൂദാശകളുടെ സ്വീകരണത്തിലൂടെ നമുക്ക് ലഭിച്ച ദൈവീക കൃപാവരത്തെ ഉജ്ജ്വലിപ്പിച്ച്, ദൈവീക കൃപയെ ജീവിതത്തോട് ചേർത്ത് വെച്ച്, പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തെ, പുതു ചൈതന്യത്തെ ജീവിതത്തിൽ സ്വീകരിച്ച്, ജ്ഞാനസ്നാന ജീവിതം എന്ന് പറഞ്ഞാൽ, മാമുദീസ വ്രതങ്ങളെ നവീകരിച്ച ജീവിതം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ പ്രിയ മകനായി, പ്രിയ മകളായി ജീവിക്കുന്ന അവസ്ഥ. ആരോടെങ്കിലും ക്ഷമിക്കുവാനുണ്ടെങ്കിൽ, ആരോടെങ്കിലും അസ്വസ്ഥതകൾ മനസ്സിലുണ്ടെങ്കിൽ, എന്നെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാൻ, ഞാൻ വേദനിപ്പിച്ചവരോട് മാപ്പപേക്ഷിക്കുവാൻ ദൈവമേ കൃപ നൽകണമേ എന്ന് നമ്മൾ ഇന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ചു. ഉദ്ധാനത്തിൻ്റെ ആനന്ദം എന്ന് പറയുന്നത് നമ്മുടെ ബന്ധങ്ങളിലെ വിശുദ്ധീകരണമാണ്. ജ്ഞാനസ്നാന വ്രതങ്ങളിലൂടെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഉയർത്തപ്പെട്ട നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത ബന്ധത്തിൽ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, തമ്പുരാൻ പറയുന്നുണ്ടല്ലോ, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് വചനത്തിലൂടെ അരുളി ചെയ്യുന്ന ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നിൻ്റെ ശുശ്രൂഷയിൽ ഉദ്ധിതനു വേണ്ടിയുള്ള കാത്തിരിപ്പ് എൻ്റെ ജീവിതത്തിൽ അല്പം കൂടെ ഒരുക്കമുള്ളതാകണം. ആ ഒരുക്കം എന്ന് പറയുന്ന എൻ്റെ വ്യക്തി ജീവിതത്തെ വിശുദ്ധീകരിച്ച് ദൈവമകൻ്റെ, ദൈവമകളുടെ തലത്തിലേക്ക് ഞാൻ ഉയരുമ്പോൾ അതെൻ്റെ കുടുംബ ബന്ധങ്ങളിലും എൻ്റെ കൂട്ടായ്മയിലും പ്രതിഫലിക്കണം. ആരോടെങ്കിലും ക്ഷമിക്കുവാനോ ആരോടെങ്കിലും പൊറുക്കുവാനോ ഉണ്ടെങ്കിൽ അതെല്ലാം ദൈവത്തിൻ്റെ കൃപയിൽ നാം ഇന്ന് ചെയ്യേണ്ടുന്ന ഒരുക്കത്തിൻ്റെ ദിനം. ജ്ഞാനസ്നാന ജീവിതത്തിൽ നവീകരിക്കപ്പെട്ട് ആത്മാവിൻ്റെ കൃപകളാൽ നിറയപ്പെട്ട നിക്കോദെമോസ് രാത്രിയുടെ യാമത്തിൽ യേശുവിനെ കാണാൻ വന്നവൻ ഇതാ ഈശോയെ ക്രൂശിക്കണമെന്ന്, ഈശോയ്ക്കെതിരെ നടപടികൾ എടുക്കണമെന്ന് ഇതാ ഫരിസേയരും നിയമജ്ഞരും പറയുമ്പോൾ അവരുടെ മധ്യത്തിൽ എഴുന്നേറ്റു നിന്ന് തമ്പുരാനു വേണ്ടി വാദിക്കുകയാണ്. ഈശോയ്ക്ക് വേണ്ടി വാദിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിക്കോദെമോസിനെ കാണുന്നുണ്ട്. വചനത്തിൽ നാം ഇങ്ങനെയാണ് കാണുന്നത്, ഒരുവന് പറയാനുള്ളത് കേൾക്കാതെ അവനെതിരെ എങ്ങനെ നടപടിയെടുക്കും? യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നതാ.
നോക്കിക്കേ, രാത്രിയുടെ യാമത്തിൽ തമ്പുരാനെ കാണാൻ പോയവൻ വീണ്ടും സ്നാനം ചെയ്യപ്പെട്ടപ്പോൾ, ആത്മാവിനാൽ ജനിക്കപ്പെട്ടപ്പോൾ, പരിശുദ്ധാത്മാവിന്റെ കൃപകളാൽ നിറയപ്പെട്ടപ്പോൾ യേശുവിന് വേണ്ടി നിലകൊള്ളുന്നവനായി, എന്ന് വെച്ചാൽ അപ്പനു വേണ്ടി നിലകൊള്ളുന്ന മകനായിട്ട് മാറി. പ്രിയമുള്ളവരെ, ഈശോയുടെ പിതാവിന്റെ പ്രിയ മക്കൾ എന്ന തലത്തിലേക്ക് ജ്ഞാനസ്നാനത്തിലൂടെ ദൈവം നമ്മളെ കൈപിടിച്ചുയർത്തുമ്പോൾ, ഇന്ന് നവീകരിക്കപ്പെട്ട ജ്ഞാനസ്നാന വ്രതങ്ങളിലൂടെ തമ്പുരാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുക, നീ ഇന്നു മുതൽ ജീവിക്കേണ്ടത് എൻ്റെ മകനായിട്ടാ, എൻ്റെ മകളായിട്ടാ. ഈ ദൈവ മക്കളുടെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്നവർക്കാണ് ഉദ്ധാനത്തിന്റെ ആനന്ദം ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റുന്നത്. അപ്പനും അമ്മയും ഒന്നിച്ചുള്ള ഒരു ആനന്ദം ജീവിതത്തില്, സന്തോഷം ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റുന്നത് അവരോട് സ്നേഹത്തിലായിരിക്കുമ്പോഴാണ്. വീണ്ടും നിക്കോദേമോസിനെ നമ്മൾ കണ്ടുമുട്ടുന്നത്, രാത്രിയുടെ യാമത്തിൽ പോയവനെ നമ്മൾ കണ്ടുമുട്ടുന്നത് ഈശോയെ സംസ്കരിക്കുവാനായിട്ട് പോവുകയാണ്. ഫരിസേയരുടെയും നിയമജ്ഞരുടെയും മുന്നിലൂടെ തമ്പുരാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ദൈവത്തിൻ്റെ പ്രിയ മകനായി പ്രിയ മകളായി മാമുദീസായിലൂടെ മാറിയ നിന്റെ ജീവിതം ഇതാ. ഫരിസേയരെ നിയമജ്ഞരെ പേടിച്ച് രാത്രിയിൽ യേശുവിൻ്റെ പക്കലേക്ക് പോയവൻ അവരുടെ മുൻപിലൂടെ ഈശോയെ സംസ്കരിക്കുവാൻ കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ സാക്ഷ്യ ജീവിതത്തിലേക്ക് മാറുകയാണ്. ഇനി മുതൽ ഞാൻ ക്രിസ്തുവിൻ്റെ മകനാണ്, ക്രിസ്തുവിൻ്റെ മകളാണ് എന്ന തലത്തിൽ ദൈവത്തിനു വേണ്ടി നിലകൊള്ളുന്നവനായിട്ട് മാറുകയാണ്. അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഉദ്ധാനം എന്നത് നമുക്ക് നൽകുന്ന പ്രത്യാശ, ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടണമെങ്കിൽ എൻ്റെ ജീവിതത്തെ ഞാൻ ഇപ്രകാരം ഒരുക്കണം. മാമുദീസ വ്രതങ്ങളെ നവീകരിച്ച് നമ്മുടെ ബന്ധങ്ങളെ, നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ നവീകരിച്ച ഒരു ദിവസമായിട്ട് നമ്മൾ ഇന്നത്തെ ദിവസത്തെ മാറ്റണം. പ്രിയമുള്ളവരെ, ഇനി ഏതാനും മണിക്കൂറുകളേ ഉള്ളൂ ഉദ്ധാനത്തിൻ്റെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് നടന്നെടുക്കുവാൻ. പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ദൈവത്തിലുള്ള വിശ്വാസത്തെ നീ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് ദൈവമകൻ എന്ന മകളെന്ന തലത്തിലേക്ക് നടന്നുകൊണ്ടാണ്. അപ്രകാരം നടന്നെടുക്കുമ്പോൾ നിൻ്റെ ഒപ്പമുള്ളവരെ സഹോദരങ്ങളായിട്ട് ദൈവമക്കൾ, നമ്മൾ ഓരോരുത്തരും ദൈവമക്കളെങ്കിൽ സഹോദരങ്ങളാണ്. കൂടെയുള്ളവരെ സ്നേഹിക്കുവാൻ, കൂടെയുള്ളവരെ മനസ്സിലാക്കുവാൻ, കൂടെയുള്ളവരെ പരിഗണിക്കുവാൻ പ്രിയമുള്ളവരെ സാധിക്കണം. ഏതെങ്കിലും ബന്ധങ്ങളിൽ ഇടർച്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ, കൂട്ടായ്മയിലെ ബന്ധങ്ങളിൽ, നമ്മളായിരിക്കുന്ന ജീവിത മേഖലകളിലെ ബന്ധങ്ങളിൽ ഇടർച്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ പരസ്പരം ക്ഷമിക്കുവാനും ജീവിതത്തെ വിശുദ്ധീകരിക്കുവാനും നവീകരിക്കുവാനും, ഉദ്ധാനത്തിൻ്റെ ആനന്ദം നമ്മുടെ നവീകരിക്കപ്പെട്ട ബന്ധങ്ങളിലാണ്. വിശുദ്ധീകരിക്കപ്പെട്ട ജീവിതത്തിൽ, കൂട്ടായ്മയുടെ കുടുംബങ്ങളിൽ, നവീകരിക്കപ്പെട്ട ബന്ധങ്ങളിലാണ് ഉദ്ധാനത്തിൻ്റെ ആനന്ദം അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന ദിവസമാണ്. ഒരുപക്ഷെ നിന്റെ ജീവിതത്തിലെ ചില പ്രാർത്ഥനകൾക്ക് നീ പ്രതീക്ഷിച്ച ഉത്തരം കിട്ടാത്തതിൻ്റെ സങ്കടം പേറുന്ന ഒരു വ്യക്തിയാണോ നീ? നിന്റെ ജീവിതത്തിലെ നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാത്തതിൻ്റെ സങ്കടം പേറുന്ന ഒരു വ്യക്തിയാണോ? ചില പരാജയങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ ഒറ്റപ്പെട്ടു പോയ ഒരു വ്യക്തിയാണോ? ദൈവമേ, അങ്ങാണ് എൻ്റെ രക്ഷകനും നാഥനും എന്ന് ഏറ്റുപറഞ്ഞ് ആ വിശ്വാസ സത്യങ്ങളെ ദൈവകൃപയോട് ചേർത്ത് വെച്ച ദിനം, ബന്ധങ്ങളിൽ വന്നു പോയിട്ടുള്ള വിള്ളലുകളെ, ബന്ധങ്ങളിൽ വന്നു പോയിട്ടുള്ള വിള്ളലുകളെ നവീകരിക്കുന്ന ദിനം. മനസ്സിലൊന്നോർത്തേ, ആരോടെങ്കിലും മനസ്സിൽ അസ്വസ്ഥതകളുണ്ടോ? ആരോടെങ്കിലും മനസ്സിൽ സങ്കടങ്ങളുണ്ടോ? വേദനകളുണ്ടോ? ക്ഷമിക്കുവാൻ, സ്നേഹിക്കുവാൻ പഠിപ്പിക്കണേ. ക്ഷമിക്കുവാൻ, സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ. ക്ഷമിക്കുവാൻ, സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. കുരിശിൻ്റെ വിരിമാറിൽ കിടന്നുപോലും ശത്രുക്കളോട് ക്ഷമിച്ച സ്നേഹം കാണിച്ച തമ്പുരാനെ, ഉദ്ധാനത്തിൻ്റെ ആനന്ദത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലും ഈ ക്ഷമയുടെ പാഠങ്ങൾ സ്വന്തമാക്കണമെന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തി. ഈശോയെ, ക്ഷമിക്കുവാൻ, സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ. ക്ഷമിക്കുവാൻ, സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. ചേർന്ന് പാടാം. ക്ഷമിക്കുവാൻ, സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ. ക്ഷമിക്കുവാൻ, സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് പാടിക്കേ. ക്ഷമിക്കുവാൻ, സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ. ക്ഷമിക്കുവാൻ, സ്നേഹിക്കാൻ പഠിപ്പിക്കണേ.
എൻ്റെ മനസ്സിൽ ആരോടെങ്കിലും ഭിന്നതയുണ്ടെങ്കിൽ, വെറുപ്പുണ്ടെങ്കിൽ, പകയുണ്ടെങ്കിൽ, ഏതെങ്കിലും നൊമ്പരപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഇപ്പോഴും എൻ്റെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെങ്കിൽ ദൈവസന്നിധിയിലേക്ക് ആ വേദനകളെ, ആ നൊമ്പരങ്ങളെ ഒന്ന് ചേർത്ത് വെച്ച് കർത്താവെ ക്ഷമിക്കുവാൻ, സ്നേഹിക്കുവാൻ എന്നെ നീ പഠിപ്പിക്കണമേ നാഥ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ എല്ലാവരും കണ്ണുകളടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പാടിക്കേ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. ഇരുകരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് കണ്ണുകൾ അടയ്ക്കുമ്പോൾ ഓൺലൈൻ ശുശ്രൂഷയിലായിരിക്കുന്നവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമാ. കർത്താവേ, ഉദ്ധാനത്തിൻ്റെ ആനന്ദത്തിലേക്ക് ഞങ്ങൾ നടന്നെടുക്കണമെങ്കിൽ ഈ നാളുകളിൽ ഞങ്ങളെടുത്ത പ്രാർത്ഥനയും ഉപവാസവും നോമ്പുമെല്ലാം ആത്മീയ ജീവിതത്തെ കൃപയിലേക്ക് നയിക്കണമെങ്കിൽ ഞങ്ങളുടെ ബന്ധങ്ങളെ നവീകരിക്കണം, വിശുദ്ധീകരിക്കണം എന്നങ്ങ് ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. ദൈവമേ, അങ്ങുമായിട്ടുള്ള ബന്ധത്തിൽ മമദിസ വ്രതങ്ങളിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ വിശുദ്ധീകരിച്ച് നവീകരിച്ചെങ്കിലും ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലെ ചില പാകപ്പിഴകൾ, ചില തിന്മയുടെ ചായ്ച്ചിലുകൾ, അതെല്ലാം ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റി ദൈവമേ, നിന്നോടുള്ള സ്നേഹത്തിൽ നിറയപ്പെട്ടുകൊണ്ട് എൻ്റെ ഭവനത്തിലുള്ളവരെ, നമ്മുടെ ഭവനാംഗങ്ങളെ മനസ്സിലൊന്നോർക്കാം. പ്രിയപ്പെട്ടവര്, ജീവിത പങ്കാളി ഉണ്ടാകാം, മക്കളുണ്ടാകാം, മാതാപിതാക്കളുണ്ടാകാം. ഈശോയെ, ഈ സ്നേഹത്തിൻ്റെ കുടുംബത്തിലേക്കാണല്ലോ ഉദ്ധാനത്തിൻ്റെ ആനന്ദമായി നീ കടന്നു വരുന്നത്. ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ ഏതെങ്കിലും അസ്വസ്ഥതകളുണ്ടെങ്കിൽ, ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, സ്വത്ത് തർക്കങ്ങൾ, ഏതെങ്കിലും കാര്യങ്ങളിൽ ഭിന്നതകളുണ്ടെങ്കിൽ കർത്താവെ ക്ഷമിക്കുവാൻ, സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ബന്ധങ്ങളെ വിശുദ്ധീകരിക്കണമേ. ചേർന്ന് പാടട്ടെ. ക്ഷമിക്കുവാൻ, സ്നേഹിക്കുവാൻ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. ഒരിക്കൽ കൂടി പാടാം. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ.